ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലിപ്പിലും അതോടൊപ്പം തന്നെ ഹെയർ ബാൻഡിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോയ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ലുക്കുള്ള നമുക്ക് ശരിക്കും പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു പീസ് സ്റ്റോൺ ഷീറ്റാണ്. സ്റ്റോൺ ഷീറ്റിൻ്റെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാം. പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. 24-35 അത്രയും റോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, 35 24 കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതേ അളവ് വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സെയിം അളവ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററും ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഗ്രാൻഡ് ലുക്കുള്ളൊരു ഐറ്റമാണ്. നമുക്ക് എന്തായാലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 300 അതിൽ എബോവ് വരുന്നൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് 3mm ബീഡ്സ് കൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടില്ല, 3mm പീച്ച് കളറുള്ള ബീഡ്സാണത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസൊക്കെ നേരത്തെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ എനിക്ക് മാച്ച് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ സൂചി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും നമ്മളൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ സൂചി കയറാത്തൊരു സിറ്റുവേഷൻ വരിക. കാരണം ബീഡ്സ് ചിലപ്പോൾ തീരെ ചെറുതായിരിക്കും, മിക്കവാറും സൂചിയൊന്നും കയറില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സൂചി വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് ഇതേപോലെ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ കണ്ടില്ല, ഓരോ ഭാഗത്തൂടെയും ഇതേപോലെ തന്നെ ഓരോ ബീഡ്സായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബീഡ്സോ അല്ലെങ്കിൽ കളർ ബീഡ്സ് ഏതുണ്ടെങ്കിലും അതുകൊണ്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു ഹെയർ ബാൻഡ് വൈറ്റ് ബീഡ്സ് നമുക്ക് ഇതേ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്റ്റോൺ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ 4 വശത്തും വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടില്ല, ഒരു ഇത്തിരി നമുക്ക് സമയം മെനക്കെടുന്നൊരു പണിയാണെങ്കിൽ പോലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് അടിപൊളി ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. കുറച്ച് സമയം നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല കേട്ടോ. നമ്മളതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ഇതേപോലെ എല്ലാ ഭാഗത്തു നിന്ന് ഉണ്ടല്ലേ, അതിൻ്റെ അടിഭാഗമൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതേപോലെ നമുക്കിനി 4 ഭാഗത്തും ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 5 റോ കേട്ടോ, 5 റോ ഇതേപോലെ വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദേ 4 ഭാഗത്തും ചെയ്തു. അപ്പോൾ എനിക്ക് നമ്മൾ ഒരു ലെയർ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിമ്പിളായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ലൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഒരിത്തിരി സമയം മെനക്കെടുന്നൊരു പണിയാണെങ്കിൽ പോലും അത് ചെയ്തു വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോളൂ, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ആര് ചെയ്താലും ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ശരിയായി, നിങ്ങളെ ചെയ്തിട്ട് ശരിയായില്ല എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഇതേപോലെ തന്നെ ആയിരിക്കും കിട്ടുക. ഈ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുക കേട്ടോ. ഈ ബീഡ്സ് ചുറ്റും നമുക്കൊന്ന് തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങൾക്ക് ആ നീറ്റ്നെസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതേപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ പുറകുവശമാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നടുഭാഗമാണ് മടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുമ്പ് അതിൻ്റെ അതേ പാകത്തിനൊരു 5 വരി സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും കൂടി നമ്മൾ ഈ ഒരു ബീഡ്സ് തുന്നി പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു തുന്നി പിടിപ്പിക്കുന്നൊരു കാര്യം വെറുതെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ ഫസ്റ്റ് കാണിച്ച അതേ പ്രോസസ്സ് തന്നെയാണ്. ഇതിലൊരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ബോയ് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ കൂട്ടി പിടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ബോ പോലെ ഒരു ബോ, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്ത് ക്യൂട്ടാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുഞ്ഞു മക്കൾക്കാണെങ്കിൽ ഹെയർ ബാൻഡിൽ വെച്ച് കൊടുക്കാം, നമുക്ക് വലിയവർക്ക് ക്ലിപ്പിൽ വെക്കാം, പിന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ വെക്കാം. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്താൽ മതി. ശരിക്കും നമ്മുടെ ഒരു കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ഒരു തല ശരിക്കും നിറഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതേപോലെ സൂചി നൂലെടുത്തിട്ടൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുക. നല്ല ടൈറ്റിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ക്ലോത്ത് മെറ്റീരിയലൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബലത്തിൽ തന്നെ ചുറ്റി കൊടുത്തോളൂ. അതിന് ശേഷം ഇതേപോലെ നൂല് കൊണ്ടൊന്ന് ചുറ്റി വരിഞ്ഞെടുത്ത് കൊടുക്കാം.
ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അതിലേക്കൊന്ന് ചുറ്റിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വേണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു ലുക്കല്ല ശരിക്കും നേരിൽ കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. നമുക്ക് ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് നേരിൽ കാണുന്ന അതേ ക്ലാരിറ്റി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ കളർ സെൻറ്റർ ക്ലിപ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യാം. നമ്മളിതിൽ 7000 വെച്ചാൽ ഒട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറയട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു ക്ലിപ്പാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഹെയർ ബാൻഡും ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മോഡൽ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.